ജീവൻ നൽകുന്ന പരാശക്തിയെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സരസ്വതിയായി, ഐശ്വര്യത്തിന്റെ ലക്ഷ്മിയായി, ദേഷ്യം കൊണ്ട് ഭദ്രയായി, സംരക്ഷിക്കാൻ ദുർഗയായി, അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ ഇനിയുണ്ട്. അപ്പൊ സംരക്ഷിക്കുന്ന ദേവിയാണോ ദുർഗ? പക്ഷെ ഇവിടെ ഒരു ദുർഗയ്ക്ക് വഴക്ക് കേൾക്കലും തല്ലുകൊള്ളലും മാത്രമേ ഉള്ളല്ലോ. എല്ലാവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. അത് സ്വയം തിരിച്ചറിയാൻ പറ്റിയാലേ കാര്യമുള്ളൂ. ഇവളോട് ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ശരി, സന്ധ്യക്ക് രണ്ടുപേരും കൂടി എന്റെ കുറ്റം പറയാനിരിക്കുകയാണോ? അവൻ ദേവിയുടെ ഭാവങ്ങളെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞ് നിന്റെ കാര്യത്തിൽ എത്തിയതാ. ഞാനും ഇത് പലപ്പോഴും ദുർഗയോട് ചോദിച്ചതാ. എല്ലാവർക്കും വഴക്ക് പറയാൻ നിന്നൊടുക്കുന്ന എന്തിനാ, ഒന്ന് പ്രതികരിച്ചൂടെയെന്ന്. അതിനെപ്പോഴും പറയുന്ന മറുപടിയെ എനിക്കെപ്പോഴും പറയാനുള്ളൂ. എന്നെ ആരും വെറുതെ ഒന്നും പറയില്ലല്ലോ. അവർക്കെല്ലാം അവരുടേതായ കാരണങ്ങളുണ്ടാവും. അതെ അതെ, വളരെ ശരിയാ. ദുർഗേച്ചി എന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയില്ല, എല്ലാം കേട്ടു നിന്നോളൂ. അതെന്നെ കാരണം. അങ്ങനെയല്ല, എന്റെ അമ്മ കാരണം ജീവിതം തകർന്നു എന്നാ അപ്പച്ചി വിശ്വസിക്കുന്നേ. അമ്മ കാരണം കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായെന്ന ചെറിയമ്മ വിചാരിക്കുന്നേ. അതിന്റെയൊക്കെ ദേഷ്യം അവരെന്നോട് തീർക്കുന്നേ. അതൊന്നും ഒരു ന്യായമല്ല മോളെ. അതെ, ചെയ്യാത്ത തെറ്റിന് ദുർഗയെന്നല്ല ആരും ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. അതെ, അതാ ശരി. ദുർഗേച്ചി ആരെന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ പ്രതികരിക്കണം, എന്നാലേ ശരിയാവൂ. വഴക്കും ബഹളമായി വീട്ടിലെ സമാധാനം കളയാന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന സത്യം എല്ലാരും അറിഞ്ഞ അവരുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡില് വ്യത്യാസം വരും. അതെങ്ങനെ തെളിയിക്കാനാ? ഇത്രയും കാലം കഴിഞ്ഞ് ആരാ അതിന്റെ പിന്നാലെ പോകുന്നത്? മുത്തശ്ശി ദിവസവും പ്രാർത്ഥിക്കുന്നല്ലേ, ദേവിയോടൊന്ന് പറ സത്യം തെളിയിച്ചു തരാൻ. ഒരു ദിവസം അത് സംഭവിക്കും. ദേവിയോട് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ദേവി എന്നെ കൈവിടില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. ടെൻഷനാവണ്ട, ഞാൻ രാത്രി തന്നെ തിരിച്ചു വരും. അത് വേണ്ടമ്മേ. അമ്മയും കൂടി വന്നാ ഇവിടെ ആർക്കെങ്കിലും സംശയം തോന്നും. ചന്ദ്രമ്മ ചോദിച്ചാ ഞാൻ നേരത്തെ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ഇതിപ്പോ നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, നാടിന്റെയും കൂടിയല്ലേ. നാടിന് വലിയ ആപത്തുണ്ടാവുന്ന തിരുമേനി അച്ഛനോട് പറഞ്ഞത്. നമ്മൾ കാരണം മറ്റുള്ളവരും കൂടി അനുഭവിക്കണ്ട. ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെ ആത്മാവിനും മോക്ഷം കിട്ടില്ല. ആ പാവങ്ങൾക്ക് വേണ്ടി ഇതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? അമ്മ പേടിക്കണ്ട, ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ പോകുന്നത്. ഒന്നും സംഭവിക്കാതെ തന്നെ ഞാൻ തിരിച്ചു വരും.
ഹലോ. സാധനം കിട്ടി, എല്ലാം സേഫാ. ഞാനില്ലെങ്കിലും എല്ലാം ഓക്കെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. താങ്ക്സ് മോനെ, താങ്ക്സ് അലോട്ട് എല്ലാത്തിനും. ഓ ആയിക്കോട്ടെ. ഞാനെല്ലാം താങ്ക്സിൽ ഒതുക്കി കരുതണ്ട. നരി ഒരിക്കൽ മോഹിച്ച ഒരു സമ്മാനം ഞാൻ നേടി തരുന്നുണ്ട്. ആണോ? എന്താ അത്? അതൊക്കെ സർപ്രൈസാ. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. അപ്പൊ കാണാം. ശരി.